അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ മഗ്‌രിബ് നിസ്കാരത്തിന് വേണ്ടി പള്ളിക്ക് പോകട്ടോ. ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ബാങ്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് അവിടെ കാഴ്ചകളൊന്നും കാണിച്ചു തരാം കേട്ടോ. നല്ല തിരക്കാണ്, ഹാജിമാരൊക്കെ ഉണ്ട്. പക്ഷേ മലയാളികളും എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങൾ നിൽക്കുന്ന ബിൽഡിങ് ഇതാണ്. ഇതിൻ്റെ 2 ടവറുണ്ട്, ടവർ 1ഉം ടവർ 2ഉം. അതിൻ്റെ ഇടയിലാണ് ലുലു ഉള്ളത് കേട്ടോ. ലുലുവിൻ്റെ സൂപ്പർ മാർക്കറ്റിന് മാഷാ അല്ലാഹ്. ഈ ലുലുവിൻ്റെ സൂപ്പർ മാർക്കറ്റ് ഇപ്രാവശ്യം തുടങ്ങിയതാണ്. ഇപ്പം അടുത്ത്, അതായത് ഹാജിമാരൊക്കെ വരുന്ന തൊട്ടുമുമ്പായിട്ട് തുടങ്ങിയതാണ്. വലിയൊരു ഉപകാരമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അറിയാലോ, മലയാളികൾക്ക് കേരളീയ ഭക്ഷണം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു 2.5 കിലോമീറ്റർ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഒക്കെ പോകണം ഹോട്ടലിലേക്ക്. അതും വണ്ടിയായിട്ടൊക്കെ വരുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ പോയി വരുമ്പോഴേക്കും തിരിച്ച് പാർക്കിംഗ് സൗകര്യം ഉണ്ടാവില്ല. മാഷാ അല്ലാഹ്, നിങ്ങൾ നോക്കിയാൽ മദീന പള്ളിയുടെ ആ ഒരു മിനാരങ്ങൾ ഇങ്ങനെ ദൂരെ നിന്ന് കാണാം. പ്രത്യേകിച്ചൊരു ഭയങ്കര വൈബാണ് ഈ വൈകുന്നേര സമയം. അതായത് മഗ്‌രിബിന്റെ സമയവും ഇശാന്റെ സമയവും നമ്മൾ മദീന പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നല്ല രസമാണ്. അതുപോലെ സുബഹിന്റെ സമയത്ത് കേട്ടോ. കാരണം ഈ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഉണ്ടാവും. എന്തായാലും ഭംഗിയല്ല ഇതൊരു വൃത്തിയാണ്. കാരണം വെച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വൃത്തി ഉള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് എനിക്ക് ഒരു വർഷം മുമ്പേ മദീന പട്ടണത്തിനാണ് ഒരു അവാർഡ്, ഇത് കിട്ടിയിട്ടുള്ളത്, പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് പ്രൈസ് എന്ന് പറയാം. മാഷാ അല്ലാഹ്. അപ്പോൾ നോക്ക് നിങ്ങൾ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാം? 309ന്റെ തൊട്ടടുത്താണ് ഗേറ്റ് നമ്പർ 309. ഈ ഒരു മദീന പള്ളീന്റെ ചുറ്റുള്ള ഗേറ്റ് നമ്പറുകളൊക്കെ ഇപ്പോൾ അടുത്തായിട്ട് മാറ്റിയിട്ടുണ്ട്. പഴയ നമ്പറുകളല്ല, അപ്പോൾ പുതിയ നമ്പറുകളാണ്. പക്ഷേ പുതിയ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ താമസിക്കുന്നത് 309ന്റെ അടുത്താണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ താമസിച്ചിട്ട് അല്ലെങ്കിൽ ഹാജിമാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ബിൽഡിങ്ങിൽ ഏത് ഗേറ്റ് കൂടെയാണ് നിങ്ങൾ ഇപ്പോൾ പള്ളിയിലേക്ക് എൻ്റർ ചെയ്തതെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അൽഹംദുലില്ലാഹ് ഫാമിലി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മക്കളൊക്കെ ഇവിടെ ഉണ്ട്, വൈഫുണ്ട്, ചെറിയ മോനും ഉണ്ട്. അവന് ചെറിയ വയ്യായിക ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, പനിയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. എന്തായാലും ഇൻഷാ അല്ലാഹ് റൗദയിലൊക്കെ ഒന്ന് പോകണം, നിസ്കരിക്കണം. ഇപ്പോൾ ഇതാ ഈ കാമത്തൊക്കെ കൊടുത്തു, നേരെ നിസ്കരിക്കാൻ വേണ്ടി പോകണം. നല്ല തിരക്കുണ്ട്. വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയം ചൂടുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ ഈ താഴെ ഫ്ലോറൊക്കെ കാരണം നല്ല ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഇങ്ങനെ ഈ ഒരു നിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മഗ്‌രിബാണെന്നുണ്ടെങ്കിൽ ഇശാ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ചൂട് നമുക്ക് കണ്ട് ഫീൽ ചെയ്യും. പിന്നെ കുടകളൊക്കെ അറിയാലോ, കുടകളൊക്കെ രാവിലെ തുറക്കും, പിന്നെ രാത്രി ഒരു മഗ്‌രിബിന് ശേഷം അത് ക്ലോസ് ചെയ്യും. പിന്നെ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. ഞാൻ എപ്പോഴും പറയലുണ്ട്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുമ്പോൾ മദീന പട്ടണം എത്തുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ മദീന പട്ടണത്തിന് ഇടയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒഴിഞ്ഞിറങ്ങുന്ന സ്ഥലമാണ്. ഒരു മരുഭൂമി പോലെ ഇങ്ങനെ ഒഴിഞ്ഞിറങ്ങുന്ന സ്ഥലമാണ്. കടകളും ഇതൊന്നും ഇല്ലാതെ കുറേ ദൂരം വന്ന് ഏകദേശം ഒരു 150 കിലോമീറ്റർ ബാക്കിയുള്ള സമയത്ത് കുറേശ്ശെ കടകളും ചെറിയ ചെറിയ പള്ളികളൊക്കെ കണ്ടു കൊടുക്കും. എന്നാലും മദീന പള്ളീൻ്റെ അടുത്ത് മദീന സിറ്റിയിലേക്ക് എത്തുന്ന സമയത്ത് മാഷാ അല്ലാഹ് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമായിരിക്കും, ഭയങ്കര സമാധാനമായിരിക്കും. എത്ര ആൾക്കാർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്തു. ഞാൻ എപ്പോഴും മദീനയിൽ വരുമ്പോൾ പറയുന്ന കാര്യമാണ്. നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ചിലപ്പം അതിങ്ങനെ എപ്പോഴും കേട്ടിട്ടൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും. എന്നാലും പറയുകയാണ്, വല്ലാത്തൊരു സമാധാനം.